ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ടാണെന്ന്. കട്ടിംഗ് പാർട്ട് നിങ്ങളൊക്കെ നന്നായി കണ്ടിട്ടുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഒന്നോ രണ്ടോ തവണ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് പോകാം. ശ്രദ്ധിച്ച് കാണുക. റെഡിമെയ്ഡ് ഫ്രോക്ക് പോലെ ഫിനിഷിംഗ് ഫ്രോക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ടോപ്പ് പോർഷൻ്റെ നല്ല വശം എടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ലൈനിങ് പാർട്ട് വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈനിങ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാണ് വരുന്നത്. ഞാനിവിടെ 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ് കൈക്കുഴിയും അതേപോലെ തന്നെ കഴുത്തും ഒന്നിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പീസാണ്. അത് കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പോർഷൻ്റെ നെക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തതാണ്. നല്ല ക്ലോത്തിൻ്റെ നെക്ക് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്ത നെക്കാണിത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്ന 1/2 ഇഞ്ച് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നെക്കും കൈക്കുഴിയുമൊക്കെ മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് നമ്മൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ പുളഞ്ഞതുപോലെ ഉണ്ടാകും. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം കൈക്കുഴിയുടെ സൈഡിലൂടെയും കഴുത്തിൻ്റെ സൈഡിലൂടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ അടുത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ബാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് ഇതിന് മുകളിൽ വെച്ച് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തത്. അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം അത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ അടിവശം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് വെച്ച് അതിന് മുകളിൽ ലൈനിങ് ക്ലോത്ത് വെക്കാം. നമ്മൾ മെയിൻ ക്ലോത്തിൽ നെക്കോ അതുപോലെ തന്നെ സിബിൻ്റെ പോർഷനോ കട്ട് ചെയ്തിട്ടില്ല. ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. ആ ലൈനിങ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ മാർക്ക് ചെയ്ത് തന്ന അതേപോലെ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത്. ആദ്യം കൈക്കുഴി സ്റ്റിച്ച് ചെയ്യുക, പിന്നീട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ള നെക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്തതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ സിബിൻ്റെ പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിൻറ്റിൻ്റെ എൻഡ് വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ. നെക്കിൻ്റെ ഈ ഒരു പോയിൻ്റ് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. സ്റ്റിച്ച് കട്ടാവാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നെക്കും സിബ് പോയിൻറ്റും ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബ് വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ ഒരു സൈഡിൽ വളരെ അടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. മറ്റൊരു സൈഡിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്ക് പോർഷനും കൂടി വെച്ചതിന് ശേഷം 2 ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ബാക്കിൽ ബോ കെട്ടുന്നതിനാവശ്യമായ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ മാർക്ക് ചെയ്യുന്ന അതേപോലെ ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു ഭാഗം നമ്മൾ മറിച്ചിട്ടിട്ടുമുണ്ട്. ഈ മറിച്ചിട്ടത് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടോപ്പ് പോർഷൻ്റെ 2 ഭാഗവും ഒരേപോലെ വെച്ച് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ പുറകിൽ ബോ കെട്ടുന്നതിനാവശ്യമായ ആ ക്ലോത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അത് വെക്കേണ്ടത് നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്തേക്കാണ്. എന്നിട്ട് ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ മറ്റേ വശത്തും വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് അതേ ലെവലിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഫിനിഷിംഗ് ആയി. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
മെയിൻ ക്ലോത്താണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, ഈ നെറ്റായത് കൊണ്ടാണ് കാണാത്തത്. ഒരു 1/2 ഇഞ്ച് വിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലൈനിങ് പോർഷൻ ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതും ഒരു 1/2 ഇഞ്ച് വിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും പൂർത്തിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ലൈനിങ് പോർഷൻ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശത്ത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇവ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ നേരിയ രീതിയിൽ വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ഓവർലോക്കാണ് ചെയ്യുന്നത്. അതേത് ഫൂട്ട് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, എല്ലാവരും കാണുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ നെറ്റ് ക്ലോത്തിൻ്റെ ഫ്രില്ലിടലാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പീസ് മാറ്റി വെക്കുക. നമ്മൾ 4 പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ബാക്കി വരുന്ന 3 പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് ഈ മാറ്റി വെച്ച ഒരു പീസിലേക്ക് നമുക്ക് ഫ്രില്ല് ചെയ്തിടാം. ആദ്യം നമുക്ക് ഈ 3 ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ വലിയ ക്ലോത്ത് ആവും. അതിനുശേഷം ബാലൻസ് ഉള്ള ഒരു ക്ലോത്തിലേക്ക് ഈ 3 ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തത് ഫ്രില്ലിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്കേർട്ടിൻ്റെ പീസ് ഇതിന് മുകളിൽ വെച്ച് ഒരേ അളവിലാണോ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. നീളം കൂടുതലാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് ബ്ലാക്ക് ക്ലോത്ത് യോജിപ്പിക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ യോജിപ്പിക്കേണ്ടതുള്ളൂ. മുകളിൽ ഫ്രില്ലിടുന്നത് കൊണ്ടാണ് ഒരു സൈഡ് മാത്രം യോജിപ്പിച്ചത്. ഇനി നമുക്ക് നേരത്തെ ഫ്രില്ലിട്ട് വെച്ച ആ ഒരു നെറ്റ് ക്ലോത്ത് എടുത്ത് അതിന് മുകളിലുള്ള ഭാഗം ബ്ലാക്ക് ക്ലോത്തുമായി നമുക്ക് ഫ്രില്ലിട്ട് യോജിപ്പിക്കാം. കണ്ടോ, ഇതേപോലെ വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് യോജിപ്പിക്കാം. ഇതിപ്പോൾ ഫ്രില്ലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബ്ലാക്ക് ക്ലോത്തും ഗോൾഡൻ പീസിൻ്റെയും ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ വെച്ച് മുകളിലും താഴെയുമായി സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാം. ഇതേപോലെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ടും കൂടി ഒന്നിച്ച് ജോയിൻ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബ്ലാക്ക് ക്ലോത്തിൻ്റെ അടിവശം കൂടി നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ അടിവശത്ത് ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവ തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് നെറ്റ് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഫ്രില്ലിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒത്തിരി ഫ്രില്ലുകൾ ഇടേണ്ട, കുറേ വിട്ട് വിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ഫ്രില്ലിട്ട പീസ് താഴേലേക്ക് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ വെച്ച് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് 2 പീസും താഴേക്ക് വന്ന് നിൽക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത മെയിൻ സ്കേർട്ടിൻ്റെ പോർഷൻ എടുക്കാം. അതിനുള്ളിലേക്ക് നമുക്ക് ഈ ഒരു പീസ് കൂടി വെച്ച് കൊടുക്കാം. ഇതേപോലെ മെയിൻ പോർഷൻ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു പാർട്ട് കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റൗണ്ടായി സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ 2 ക്ലോത്തിൻ്റെയും സ്റ്റിച്ചിങ് പോയിൻ്റ് ഒരേപോലെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമ്മളിത് റൗണ്ടായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാൻ. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 4 പോർഷൻ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മെയിൻ ക്ലോത്ത്, ലൈനിങ് ക്ലോത്ത്, ഫ്രില്ലഡ് ക്ലോത്ത്, പ്ലെയിൻ ബ്ലാക്ക് ക്ലോത്ത്, ഇങ്ങനെയാണുള്ളത്. ഏതൊരു പാർട്ടി വെയർ റെഡിമെയ്ഡ് ഫ്രോക്കും ഇതേപോലെ 4 പാർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ഫ്രില്ലഡ് പീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ യോജിപ്പിക്കുകയാണ്. അതിന് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരേപോലെ വരുന്ന, ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന വിധത്തിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് 2ൻ്റെയും സ്റ്റിച്ചിങ് പോയിൻ്റ് ഒരേപോലെ വെച്ച് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ വൈറ്റ് നൂല് കാണുന്ന ആ ഒരു പോയിന്റിലൂടെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഏതാണ്ട് സ്റ്റിച്ചിങ് പൂർത്തിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഫ്ലവർ കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു സാറ്റിൻ ക്ലോത്ത് എടുക്കാം. അത് 2ആയി മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് കോർണർ വെച്ച് മടക്കുക. എന്നിട്ടത് നന്നായി ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഒരു 3 തവണ ചുറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ക്ലോത്ത് നന്നായി ഒന്ന് ചുറ്റിക്കൊടുക്കാം. ആ ചുറ്റുന്നതിനിടയിൽ ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുക കൂടി ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ ചെയ്തെടുത്താൽ നല്ല ഫിനിഷിംഗ് റോസ് ഫ്ലവർ നമുക്ക് ലഭിക്കും. ഇത് നമുക്കിനി ഒരു നീഡിലെടുത്ത് നന്നായി തുന്നിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലുള്ള 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ 3 ഫ്ലവറാണ് അവിടെ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ബാലൻസ് വന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മളിവിടെ 3ഉം ഒരേപോലെ വെച്ച് നമ്മൾ തുന്നിക്കൊടുക്കുക തന്നെ ചെയ്യണം. ഇതോടുകൂടി നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ട് 1ഉം 2ഉം എല്ലാവരും കാണുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ടു ഓൾ ടു വാച്ച് മൈ വീഡിയോ. താങ്ക്സ്.